എറണാകുളം ചെമ്പുമുക്കിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച. ജനവാസ മേഖലയിൽ 7 വർഷം സ്ഥാപനം പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയാണ്. പരാതി ലഭിക്കാത്തത് കൊണ്ടാണ് പരിശോധന നടത്താത്തത് എന്നാണ് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സന്റെ വിചിത്രവാദം. ജനവാസ മേഖലയിൽ ലൈസൻസ് ഇല്ലാതെ കഴിഞ്ഞ 7 വർഷം എങ്ങനെ ഈ ആക്രിക്കട പ്രവർത്തിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിരവധി വീടുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള ചെമ്പുമുക്കിലെ ആക്രിക്കടയിൽ രാവിലെ 11 മണിയോടെയായിരുന്നു തീപിടുത്തം. ഉഗ്രസ്ഫോടന ശബ്ദത്തിന് പിന്നാലെ തീ പടർന്നു. ഒന്നും അവശേഷിക്കാതെ മുഴുവൻ സാധനങ്ങളും അഗ്നിക്കിരയായി. സംഭവ സ്ഥലത്തേക്ക് ആദ്യമെത്തിയ 2 ഫയർഫോഴ്സ് യൂണിറ്റുകളിലെയും വെള്ളം തീർന്നതോടെ സ്വകാര്യ ടാങ്കറിൽ വെള്ളം എത്തിച്ചു. ആക്രിക്കടയിൽ സൂക്ഷിച്ചിരുന്നതിൽ ഏറെയും അതിവേഗം തീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളായിരുന്നു. സമീപത്തെ മരങ്ങളിലേക്കും മതിലിലേക്കും തീ പടർന്നു. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത്. കഴിഞ്ഞ 7 വർഷമായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ആക്രിക്കടയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന കടയുടമയുടെ തന്നെ വെളിപ്പെടുത്തൽ. ലൈസൻസ് ഇല്ല, ഇതിന് ലൈസൻസ് ഇല്ല, അതിനൊക്കെ ലൈസൻസ് ഉണ്ട്. ഇല്ല, ലൈസൻസ് കൂടാതെ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. വരുമ്പോൾ എന്താണെന്ന് ചെയ്യാൻ പോരാ. പുലിമാലൊക്കെ PUC സർട്ടിഫിക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ സംഭവ സമയത്തില്ല. ഞാൻ വന്നപ്പോൾ ഇവർ പണിക്കാർ പറഞ്ഞത് പുക വന്ന് ഞങ്ങളപ്പം തന്നെ പുറത്ത് ചാടി. അപ്പോൾ കുറച്ച് ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചു. ഒരു കുറച്ച് ഡമ്മി ഉണ്ടല്ലോ, മാനിക്കനുണ്ട്, അതെടുത്ത് സെറ്റ് ചെയ്ത് വേറെ ആൾക്ക് കൊടുക്കാനുണ്ട്. അപ്പം അതിന് വന്നതാണ്. ഇന്ന് പണിയില്ല. ഇന്ന് 10-25 രൂപ ഉദ്ദേശം. സംഭവത്തിൽ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ളയുടേത് വിചിത്ര ന്യായീകരണം. നമുക്ക് പരാതി ലഭിച്ചെങ്കിലും വന്ന് നോക്കണം. അല്ലെങ്കിൽ തൃക്കാക്കരയുടെ ഏരിയ എന്ന് വെച്ചാൽ പണ്ടത്തെ പഞ്ചായത്തായിരുന്ന സമയത്തുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഞങ്ങൾക്കുള്ളൂ. ഫസ്റ്റ് ഗ്രേഡ് ആയെങ്കിൽ പോലും ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവാണ്. പിന്നെ പരാതി ലഭിച്ചാൽ നമ്മൾ അപ്പം തന്നെ പോയി നോക്കും, നടപടി സ്വീകരിക്കും. നാളെ കൗൺസിലാണ്. കൗൺസിൽ തീരുമാനം എടുത്തിട്ട് വേണ്ട നടപടി എടുക്കും. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ ഫയർഫോഴ്സ് പരിശോധന തുടങ്ങി. സൂക്ഷിച്ചിരുന്ന വസ്തുക്കളിൽ നിന്ന് തീ പടർന്നതായാണ് പ്രാഥമിക നിഗമനം. കടയിൽ വൈദ്യുതി കണക്ഷൻ ഇല്ലെന്നും ഫയർഫോഴ്സ് വ്യക്തമാക്കി. 25 ലക്ഷം രൂപയോളം നഷ്ടമുള്ളതായാണ് പ്രാഥമിക കണക്ക്. അപകടങ്ങൾക്ക് ശേഷം നടപടിയെന്ന പതിവ് രീതിയാണ് ഇവിടെയും അധികൃതർ അവലംബിക്കുന്നത്. കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷേ ഈ തീപിടുത്തം പോലും ഒഴിവാക്കാമായിരുന്നു. ടീം 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലൈസൻസ് ഇല്ലാ സ്ഥാപനത്തിനെന്ന് വ്യക്തമാകുന്നുണ്ട്. നിയമലംഘനങ്ങൾ പലപ്പോഴും ഇങ്ങനെ പുറം ലോകം അറിയുന്നത് ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ചില പ്രതികരണങ്ങളിലേക്ക്. റെസ്റ്റായിട്ടുള്ള ഏരിയയിൽ ഇതേപോലത്തെ സ്ഥാപനങ്ങളൊന്നും അനുവദിക്കാൻ പാടില്ല. ഇത് തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ്. ഇതൊക്കെ അടിസ്ഥാന ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനത്തിലല്ല ഈ സാധനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ലൈസൻസ് ഉണ്ടെന്ന് പോലും അറിയില്ല. ഇത്രയും ജനങ്ങളും സ്കൂളൊക്കെ അടുത്തുള്ള സ്ഥലത്ത് ഇത്രയും മോശമായ ഒരു സംഭവം നടത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മുനിസിപ്പാലിറ്റി അനാസ്ഥയാണ്. ഒത്തിരി നാളെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് സുരക്ഷിതത്വം കുറവാണ്. തൊട്ടടുത്ത് വീടുകളില്ല. അപ്പോൾ ഇതിനനുസരിച്ചുള്ള സുരക്ഷിതത്വം ഒരിക്കലും കുറവാണ്. ഇപ്പം മറ്റു ഫ്ലാറ്റുകാർ പണിയുന്ന ആ തകരം വെച്ചിട്ടുള്ള മറവ് മാത്രമേ ഉള്ളൂ. ബാക്കി തൊട്ടടുത്ത് വീടുകൾ പല അനർത്ഥങ്ങളുണ്ടാവും. ഗ്യാസ് കുറ്റി മുതലുള്ള എല്ലാ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന ഒരു ഏരിയയാണിത്. ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്താണെന്നറിയാം. വല്ല ഗ്യാസ് കുറ്റിയാണോ അതുമായിട്ടുള്ളത്. പുക കണ്ടപ്പോൾ എല്ലാവരോടും ഓടിക്കൂടി, എന്താ വേണ്ട എല്ലാവരോടും ഒത്തുകൂടി എല്ലാവരും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് ഓടി വന്നു. ആരുമില്ല. അവരെല്ലാവരും വൈകിട്ട് ഇവർക്ക് ഗോഡവും മാത്രമേ ഉള്ളൂ. ഓഫീസും റൂമൊക്കെ അപ്പുറത്താണ്. രാവിലെ തന്നെ പെട്ടെന്നൊരു പുക മാത്രം കണ്ടു. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു പുക കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ ഗോഡൗണിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെള്ളം കൊണ്ട് കയറി അതിൻ്റെ ഉള്ളിൽ കെടുത്താൻ ശ്രമിച്ചു. പുക ഒന്നിച്ച് ഉള്ളിൽ കയറി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പുറത്തേക്ക് ചാടി. അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴത്തേനും ഫുള്ള പിടിച്ചു കഴിഞ്ഞു. ആകെ നല്ലൊരു കാറ്റും അടിച്ച സമയത്ത്. അപ്പോഴത്തേനും ആകെ പടർന്നു പോയി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല.
ഇപ്പോൾ 2 വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഒന്ന്, രാമമംഗലപ്പുഴയിൽ 2 യുവാക്കൾ ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ രക്ഷിച്ചു. ഒരാൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുവെന്ന് ആൻമരി അറിയിക്കുന്നുണ്ട്. മറ്റൊന്ന് സൂരജ് അറിയിക്കുന്ന വാർത്തയാണ്. തൃശൂർ ആളൂരിൽ അമ്മയും മകളും തൂങ്ങി മരിച്ച നിലയിൽ. ആളൂർ സ്വദേശിയായ സുജി 32 വയസ്സ്, നക്ഷത്ര 5 വയസ്സ് എന്നിവരാണ് മരിച്ചതെന്ന് സൂരജ് സജി അറിയിക്കുന്നുണ്ട്.